ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ കൊല്ലം ചവറ പാലത്തിന്റെ ഒരു വശം ഇടിഞ്ഞു താഴുന്നു. കൊല്ലം നഗരത്തിലേക്ക് കരുനാഗപ്പള്ളിയിൽ നിന്ന് പ്രവേശിക്കാനുള്ള ഏക മാർഗമാണ് ഈ ചവറപ്പാലം. സമീപത്ത് പുതിയ പാലം നിർമ്മിച്ചപ്പോൾ പഴയ പാലം ബലപ്പെടുത്തിയില്ല എന്നാണ് പരാതി. ചവറയിൽ നിന്നും അരുൺ രാജ് നേരസാക്ഷ്യങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് അരുൺ രാജ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്ത് ദേശീയപാത വികസനം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തെക്കൻ കേരളത്തിൽ ഈ ദേശീയപാതയുടെ വികസനം ഇഴഞ്ഞു നീങ്ങുകയാണ്. പലയിടത്തും അതിന്റെ നിർമ്മാണ പ്രവർത്തികളോ സർവീസ് റോഡുകളോ എങ്ങും തന്നെ എത്തിയിട്ടില്ല. സർവീസ് റോഡുകൾ ഗതാഗത യോഗ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് കൊല്ലം ജില്ലയിലേക്കാണെങ്കിൽ കൊല്ലം ജില്ലയിൽ പ്രവേശിപ്പിക്കുന്ന കല്ലുന്താഴ മുതൽ ഈ കല്ലുവാതുക്കൽ മുതൽ ഏകദേശം കരുനാഗപ്പള്ളി ഓച്ചിറ വരെയുള്ള ഭാഗങ്ങളിൽ സർവീസ് റോഡുകൾ ഇതിനോടകം തന്നെ പൂർത്തിയാക്കാത്തതായി തന്നെയാണ് കിടക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി നമ്മളെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്, കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് ഞാൻ നിൽക്കുന്ന ചവറപ്പാലമാണ്. അതായത് ഈ കരുനാഗപ്പള്ളി ആലപ്പുഴ ഭാഗങ്ങളിൽ നിന്ന് കൊല്ലം തിരുവനന്തപുരം നഗരങ്ങളിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള ഏക മാർഗമാണ് ഈ ചവറപ്പാലം. ഈ ചവറപ്പാലത്തിന്റെ നിർമ്മാണ ഘട്ടത്തിലാണ് ഇന്നലെ ഈ പാലത്തിന്റെ ഒരു ഭാഗം, അത് പഴയ പാലമാണ്, ഇത് ഇടിഞ്ഞു താന്നത്. ഇതിൽ നിലവിൽ കമ്പനി അധികൃതർ പറയുന്നത് ഈ പുതിയ പാലം നിർമ്മിക്കുന്ന ഘട്ടത്തിൽ മണ്ണ് ഇങ്ങനെ ഇടിഞ്ഞു താഴുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഇത് ബലപ്പെടുത്താനുള്ള, ഇത്തരം മണ്ണുകൾ ബലപ്പെടുത്താനുള്ള യാതൊരു നടപടിയും ഈ നിർമ്മാണ കമ്പനി കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ സ്വീകരിച്ചില്ല. ഇതേ തുടർന്നാണ് ഈ പാലത്തിൽ ഇപ്പോൾ ഒരു ചരിവ് തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. പഴയ പാലത്തിന് ചരിവ് തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാനപ്പെട്ട ഒരു പാലമാണ് ഈ ചവറപ്പാലം. ആ ചവറപ്പാലത്തെ ബലപ്പെടുത്തിക്കൊണ്ട്, പ്രധാന പാലത്തെ ബലപ്പെടുത്തിക്കൊണ്ടല്ല ഈ നിർമ്മാണ കമ്പനികൾ പുതിയ പാലങ്ങൾ പണിയുന്നത് എന്നുള്ള ആക്ഷേപം തുടക്കത്തിൽ തന്നെ ഉയർന്നതാണ്. പക്ഷേ ഈ നിർമ്മാണം, ഈ പുതിയ പാലത്തിന്റെ നിർമ്മാണവും ഇഴഞ്ഞു തന്നെ നീങ്ങുകയാണ്. അത് എന്ന് പൂർത്തിയാകും എന്ന ചോദ്യത്തിന് ഇപ്പോഴും നിർമ്മാണ കമ്പനികൾക്ക് മുമ്പിൽ വ്യക്തമായ ഉത്തരമില്ല. ജനങ്ങളുടെ ജീവൻ കയ്യിൽ വെച്ചുകൊണ്ട് അമ്മാനമാടുന്ന സ്ഥിതിയാണ് ഇത്തരം നിർമ്മാണ കമ്പനികൾ നടത്തുന്നത്. കാരണം ഏതെങ്കിലും ഒരു കാരണവശാൽ ഈ പാലത്തിന് ഏതെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ ഇതുവഴി കടന്നു പോകുന്ന വാഹനങ്ങൾ സ്വാഭാവികമായും പതിക്കുക ഈ താഴെയുള്ള ഈ വെള്ളത്തിലേക്കായിരിക്കും. അത് അപകടത്തിന്റെ തോത് വലിയ തോതിൽ ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ളതാണ് പ്രദേശവാസികളടക്കം നമ്മളോട് ഇന്നലെയും അടക്കം അഭിപ്രായപ്പെട്ടത്. ഇവിടെ നിന്നുകൊണ്ട് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ ചാത്തന്നൂർ, അത് ഈ കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ദുരിതമനുഭവിക്കുന്നത് ചാത്തന്നൂർ കൊട്ടിയം മേഖലയിലെ ദേശീയപാത നവീകരണമാണ്. കാരണം മണിക്കൂറുകളോളം ക്യൂവിൽ നിന്നാൽ പോലും ആ കൊട്ടിയം നഗരം വിട്ട് കൊല്ലം നഗരത്തിലേക്ക് പ്രവേശിക്കാൻ ഈ ജനങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. കാരണം എങ്ങനെ ഇത് ഡിവൈഡ് ചെയ്ത് വിടും, വാഹനങ്ങളെ എങ്ങനെ വിടും എന്ന കാര്യത്തിൽ നിർമ്മാണ കമ്പനികൾക്കോ സ്ഥലത്തെ പോലീസിനോ ഒന്നും തന്നെ കൃത്യമായ ഉത്തരമില്ല. ദേശീയപാത വികസനം തോന്നുംപടി നടത്തുന്നു. ഇതിൽ പലപ്പോഴും അപകടം ഉണ്ടാവുന്നുണ്ട്. 2 ആഴ്ച മുമ്പ് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് ഈ ഫ്ലൈ ഓവർ നിർമ്മിക്കുന്നതിനിടയിൽ ഈ സൈഡ് വാൾ അത് ഒരു ബസിന്റെ മുകളിലേക്ക് മറിഞ്ഞ് ഡ്രൈവർക്ക് ഗുരുതരമായ പരിക്കടക്കം ഏൽക്കുന്ന സംഭവം വരെ കൊല്ലത്തുണ്ടായി. അങ്ങനെ നിരവധിയായ സംഭവങ്ങൾ ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്. വികസനം അനിവാര്യമാണ്, പക്ഷേ ഇത്തരം അപകടങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടുള്ള വികസനമാണ് ജനം ആഗ്രഹിക്കുന്നത്. ഓക്കെ, അരുൺ രാജാണ് ചവറയിൽ നിന്നും ചേർന്നത്. എന്തായാലും ചവറ പാലത്തിന്റെ അവസ്ഥ ഈ എഞ്ചിനീയേഴ്സ് ആധികാരികമായി പരിശോധിക്കട്ടെ.